ഫ്രണ്ട്സ് ടൂറിട്ട് പോവാം. മാഫിയ സിയോ ഹീറോയും ഭയങ്കര ഹാപ്പിയായി ജോലിയായിട്ട് പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയി പറയാൻ തുടങ്ങി, അല്ലോ അയ്യോ അച്ഛ എന്ത് പറ്റി അച്ഛ, കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞോ? എടി മോളെ, മാഫിയ മാഫിയ ഹീറോയി ഒരു അണ്ടർഗ്രൗണ്ട് മാഫിയാണ് ഹീറോയി. അച്ഛാ ബിസിനസ് എല്ലാം നോക്കിക്കോളാം അച്ഛാ, കമ്പനിയാണ് നോക്കിക്കോളാം അച്ഛാ, അച്ഛ ടെൻഷൻ എന്താണ് അച്ഛാ? പറഞ്ഞേക്ക് മോളെ, എൻ്റെ പ്രശ്നം നീ അണ്ടർഗ്രൗണ്ട് മാഫിയ അതച്ചാ. മാത്രം എൻ്റെ വീട് ഇതുവരെ ആരും അറിയില്ല. ഞാൻ അണ്ടർഗ്രൗണ്ട് മാഫിയ മാത്രമല്ല, ഞാനൊരു സിഒ ആണ്. എല്ലാവരും വലിയ തോട്ടത്തേക്ക് ഞാനൊരു സിഒ. ശരിക്കും പറഞ്ഞാൽ ഞാൻ അണ്ടർഗ്രൗണ്ട് മാഫിയ. ഗുഡ് മോളെ. അച്ഛാ നെക്സ്റ്റ് പ്ലാൻ എന്താ വെച്ചാ ചെയ്യുന്നത്? ശരി അമ്മ, ബിസിനസ്സെല്ലാം നോക്കിക്കോ. എന്നാ വെച്ചാൽ വേറെ എന്ത്? ഇല്ല മോളെ, നീ മാരേജ് കഴിക്കില്ലേ അച്ഛാ? എപ്പോൾ അച്ഛാ പറഞ്ഞ? ഇപ്പം എനിക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല അച്ഛാ. മോളെ, മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല അച്ഛാ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അച്ഛനോട്. അറിയും മോളെ, മാരേജ് കഴിച്ച് പറ്റൂല. ഇല്ല അച്ഛാ, എനിക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല അച്ഛനോട് പറഞ്ഞിട്ടുണ്ടല്ലേ. അങ്ങനെ ഹീറോയി പറയാൻ തുടങ്ങി. ശരിപ്പാ, അങ്ങനെയായിട്ട് പറഞ്ഞു. അങ്ങനെ ഹീറോ ഇങ്ങനെ ബിസിനസ് ഇങ്ങനെ ജോലി എൻജോയ് ചെയ്യാൻ കോഫി ഷോപ്പ് വന്നായിരുന്നു. അങ്ങനെ ഹീറോയിൻ ഇങ്ങനെ വരുമ്പോൾ അവിടെ ഇരുന്നിട്ട് നോക്കുമ്പോൾ ഒരു ബോയ് നല്ല ഹാൻസം, ലോങ് ഹെയർ, നല്ല ഈ ബൈക്കിൽ ഇരുന്നിട്ട് ഫ്രണ്ടിലൂടെ സംസാരിക്കുമായിരുന്നു. മച്ചാ ബൈക്ക് എങ്ങനെയുണ്ടിടാ മച്ചാ? വാവ് മച്ചാ, സൂപ്പർ ബൈക്ക്. അതെ നന്നായിട്ടുണ്ട് ബൈക്ക്. അതെ അതെ നന്നായിട്ടുണ്ട്. ഇന്ന് എനിക്ക് 18 വയസ്സായി, അതുകൊണ്ട് അച്ഛന് ഗിഫ്റ്റ് തന്നതാ. അങ്ങനെ ജങ്കുക്ക് പറയായിരുന്നു ഹാപ്പിയോട്. അതെ മച്ചാ, എൻ്റെ അച്ഛൻ ബൈക്ക് തന്നു. അതേടാ മച്ചാ. അത് മാത്രമല്ലടാ അച്ഛാ. എന്താണ് പറ്റി? അച്ഛൻ എനിക്ക് ഹെൽപ്പ് ചെയ്തതാ. ശരിടാ. അങ്ങനെ ജങ്കുക്ക് സ്മൈൽ ചെയ്ത് അങ്ങനെ ബൈക്കൂടെ നല്ല ജോലിയായി ചെയ്തായിരുന്നു. അങ്ങനെ ജങ്കുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതെ, ജങ്കുക്കിനും അച്ഛനും ഗിഫ്റ്റായിട്ട് കൊടുത്തതായിരുന്നു അച്ഛൻ ബൈക്ക്. 18 വയസ്സാവിനെ ബൈക്ക് യൂസ് ചെയ്യണം ജങ്കുക്കിൻ്റെ അച്ഛൻ ഓൾറെഡി ഫ്രണ്ടോട് പറഞ്ഞു. ഇപ്പം ജങ്കുക്ക് അച്ഛൻ അമ്മ ആരുമില്ല. ജങ്കുക്ക് ഇപ്പോൾ ഒരു സിംഗിളാണ്. ഓൾറെഡി ജങ്കുക്ക് അച്ഛനും അമ്മയും ആക്സിഡൻറ്റിൽ മരിച്ചായിരുന്നു. ജങ്കുക്കിൻ്റെ ബൈക്ക് ജങ്കുക്ക് അച്ഛൻ ഓൾറെഡി പണം കൊടുത്തായിരുന്നു. അത് അങ്കിളോടോ. അങ്കിളാണ് ജങ്കുക്ക് ബൈക്ക് കൊടുത്തത് ഗിഫ്റ്റായിട്ട്. ഇത് ഓൾറെഡി ഓർഡർ ചെയ്ത് വെച്ചിരുന്നു. അങ്കിൾക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു, വണ്ടീൻ്റെ ഷോപ്പ്. അവിടെ നല്ലൊരു വണ്ടിയാണ് ജങ്കുക്ക് കൊടുത്തത്. അങ്കിൾ ഒരു ഫ്രണ്ട് മതിയായിരുന്നു ജങ്കുക്ക്. എന്താ പറ്റും അങ്കിൾ? ഈ ബൈക്ക് എടുത്തോണ്ട് ഒരിക്കൽ ഓഫീസിൽ വരെ പറ്റുമോ? ശരി അങ്കിൾ, ഞാൻ വരാം. അങ്ങനെ ജങ്കുക്ക് അവിടേക്ക് വന്നു. എന്ത് പറ്റി? ജങ്കുക്ക്, ഇതാപ്പാ ഫുഡ്. അങ്കിൾ ഫുഡ്. ജങ്കുക്ക്, അതെടാ നീ എന്തിനാടാ വിഷമിക്കുന്നത്? അങ്ങനെ ജങ്കുക്ക് വേറെ ആരുമല്ല. അങ്കിൾ വേറെ ആരല്ല, ഫ്രണ്ട് വീൻ്റെ ഡാഡിയാണ്. ജങ്കുക്കിൻ്റെ ഫ്രണ്ടും വിയും രണ്ടുപേർ ഫ്രണ്ട്സാണ്. അങ്ങനായിട്ട് ശരി ഓക്കെ. ജങ്കുക്കിൻ്റെ അച്ഛനും വിൻ്റെ അച്ഛനും ഫ്രണ്ട്സായിരുന്നു, ബെസ്റ്റ് ഫ്രണ്ട്സ്. ജങ്കുക്കിനെ ഒരു സ്വന്തം മകനെ മതി നോക്കാം. ശരിടാ. അങ്കിൾ എടാ വി എന്താ ഡാഡ്? നിൻ്റെ അമ്മ ഈ ഫുഡ് ഡെലിവറി ഹോട്ടലിൽ ഡെലിവറി വന്നിട്ടുണ്ടോ? ആ ഫുഡ് കൊണ്ട് ഡെലിവറി കൊടുക്കാം. ഡാഡ് നിങ്ങൾ രണ്ടുപേരും അമ്മക്ക് പോയി ഹെൽപ്പ് ചെയ്യും. താങ്ക് യു ഡാഡ്. എനിക്ക് റൈഡ് ചെയ്യാം ഇവൻ്റെ ഒരു കാര്യം പോടാ. അങ്ങനെ ജങ്കുക്കും വി പോയി. അമ്മയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി വീട്ടിൽ. ജങ്കുക്ക് പറയാൻ തുടങ്ങി, മച്ചാ നീ ഇവിടെ ഇരുന്നു. വി പറഞ്ഞാൽ ജങ്കുക്ക് ഓർക്കുക. വി പോയിട്ട് കൊടുത്തത് ഫേസ്ബുക്ക് ഓർക്കുക. വി പോയിട്ട് കൊടുത്തവിടെ പോയിട്ട് നല്ല കോമഡി കട്ടായിരുന്നു. അതുകൊണ്ട് വിക്ക് ഒന്ന് കുറച്ച് പേടിയാണ്. ജങ്കുക്ക് വി പറയാൻ തുടങ്ങി, അയ്യോ ഇവിടെ വീൻ്റെ അമ്മ പറഞ്ഞായിരുന്നു നീ ഇവിടെ പോയി ഡെലിവറി കൊടു. പേര് കേട്ട് ഷോക്കായി വിക്ക്. അയ്യോ ഞാൻ പോകുന്നില്ല എന്ന് വി പറഞ്ഞു. അത് ഹീറോയിൻ്റെ പ്ലേസാണ്. അങ്ങനെ ജങ്കുക്കോട് പറഞ്ഞു. ജങ്കുക്ക് എന്താ ആൻറ്റി? എടാ മോനെ ഇത് പോയിട്ട് കൊടുത്തു ആൾക്ക്. ശരി ആൻറ്റി. അങ്ങനെ ജങ്കുക്ക് പറഞ്ഞു, ശരി ആൻറ്റി ഈ പ്ലേസ് കൊടുത്ത് വരടാന്ന്. ശരി ആൻറ്റി എന്ന് ജങ്കുക്ക് പോയി ആ ഡെലിവറി ബൈക്കിലിട്ടു. ഡെലിവറി ബൈക്ക് അതെ എല്ലാം ഇട്ട് പോയി. ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ജങ്കുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. അങ്ങനായിട്ട് ഡെലിവറി കൊണ്ടുപോയി ജങ്കുക്ക്. അങ്ങനെ ആ വീട്ടിൽ വെള്ളമടിച്ചു.
അതെ ബെല്ലടിച്ചായിരുന്നു. ജങ്കുക്ക് ബോഡി ഗാർഡ് ഡെലിവറി കൊടുന്നു ചെക്ക് ചെയ്ത് ബോഡി ഗാർഡ് അയച്ചായിരുന്നു. ബെല്ലടിച്ചു. അതായത് ഒരു ഒരാൾ തുറന്നു വാതിൽ. അകത്ത് വന്നു. ഡെലിവറിയാ അങ്ങനെ ചെക്ക് ചെയ്ത് സെക്യൂരിറ്റി. ശരി നീ ഉള്ളിലേക്ക് പോയിക്കോ. അത് ഉള്ളിലേക്ക് പോയിപ്പാ. ശരി അത് ഉള്ളിലേക്ക് പോയി. അങ്ങനെ ഉള്ളിൽ പോയിട്ട് ഫുഡല്ലേ ടേബിൾ ഇത് ചെയ്തു. അവിടുത്തെ മേഡിൽ വന്ന് ജങ്കുക്ക് ഹെൽപ്പ് ചെയ്തു. മാം അങ്ങനെ ഫോണിൽ സംസാരിച്ച് വരാൻ തുടങ്ങിയത് ഹീറോയിൻ. ജങ്കുക്ക് യഥാർത്ഥം നോക്കി ഹീറോയിനെ നോക്കി ജങ്കുക്ക് ഫ്ലാറ്റായി. വാ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇവർ നമ്പർ 1 സിഇഒ അല്ലേ. സിഇഒ അങ്ങനെ ഹീറോയിൻ അളിച്ചോലായിട്ട് നല്ല ഭംഗിയായിരുന്നു. ഹീറോയെ കാണാൻ നല്ല ഹോട്ടായിരുന്നു. ഹീറോ ഇറങ്ങി വന്നു. എന്ത് പറ്റി നമുക്ക് എല്ലാം സോൾവ് കഴിഞ്ഞു മോളെ. ഹീറോ ഇറങ്ങി വന്നു. ഫുഡ് വന്നു കഴിച്ചായിരുന്നു. സെക്രട്ടറി വന്നു മണി കൊടുത്തു വന്നു. ജങ്കുക്ക് മണി കൊടുത്തു. ജങ്കുക്ക് ഹീറോയിനെ കണ്ട് ഫ്ലാറ്റായിരുന്നു. വാ ഭംഗിയായിട്ടുണ്ടല്ലോ. ശരി ഓക്കെ. ജങ്കുക്ക് അവിടുന്ന് പോയി. ജങ്കുക്ക് ഹീറോയിനെന്ന് ഓർമ്മ ഉള്ളത്. എന്ത് ഭംഗിയായിട്ടുണ്ടോ എന്ന് ജങ്കുക്ക് ടെൻഷനായിരുന്നു. ജങ്കുക്ക് എന്താടാ വെച്ചാ അതെ എൻ്റെ ഫസ്റ്റ് ഇയർ ഗേൾസെല്ലാം വന്ന് ജങ്കുക്കിനും നല്ല ഫ്രൂട്ട് ഫീഡായിരുന്നു. ജങ്കുക്ക് പറഞ്ഞ തേർഡ് ഇയറാണ് സീനിയറാണ്. ജങ്കുക്ക് പറയാൻ തുടങ്ങി എടാ ഒരു ഗേൾസും കാണുന്നില്ലടാ എല്ലാം സഫിയറായിട്ടുണ്ടടാ എന്ന് ജങ്കുക്ക് പറയാൻ തുടങ്ങി. ജങ്കുക്ക് ഒരു ഗേൾ ഇൻട്രസ്റ്റ് വന്നില്ല. ജങ്കുക്ക് ഹീറോയിനിൽ നിന്ന് അയ്യോ അവൾ അയ്യോ ഒരിക്കൽ കോൾ വന്നിട്ടുണ്ടായിരുന്നു. ജങ്കുക്ക് തന്നെ ഇരിക്കുമായിരുന്നു. ശരി ഓക്കെ. ജങ്കുക്ക് അങ്ങനെ ടേസ്റ്റ് പോകാൻ തുടങ്ങി. ഇന്ന് ഫുഡ് ഡെലിവറി വന്നിരുന്നു. നൈറ്റാണ്. ജങ്കുക്ക് എന്ത് പറ്റി ആൻറ്റി എടാ ഫുഡ് ഡെലിവറി വന്നിട്ടുണ്ടോ പ്ലേസ് അഡ്രസ്സ് പറ ആൻറ്റി. പറഞ്ഞു. ജങ്കുക്ക് ഹാപ്പിയായി. ശരി ഓക്കെ ഞാൻ തന്നെ പോവാം. ജങ്കുക്ക് ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ടായിരുന്നു. ജങ്കുക്ക് വന്നു. ഡെലിവറി ജങ്കുക്കിന് ബോഡി ഗാർഡിന് മനസ്സിലായി. നീയപ്പാ നിന്നെ എവിടെ കണ്ടിട്ടുണ്ടോ എന്ന് ബോഡി ഗാർഡ് നോക്കി. അതിലൊരു ബോഡി ഗാർഡ് കണ്ടുപിടിച്ചു. ശരി ഓക്കെ. ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് വരുന്നുണ്ട്. ജങ്കുക്കിന്